നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ ആവേശം ചിലപ്പോൾ അതിര് കടക്കാറുണ്ട്. മലപ്പുറത്ത് ഇത്തരം സംഭവങ്ങൾ, അതായത് ഫുട്ബോൾ മത്സരത്തിനിടെ കാണികൾ തമ്മിലുള്ള വാക്കേറ്റമൊക്കെ പലപ്പോഴും സംഘർഷത്തിലാണ് കലാശിക്കുന്നത്. മലപ്പുറം വാണിയമ്പലത്താണ് സെവൻസ് ഫുട്ബോളിനിടെ സംഘർഷമുണ്ടായത്. കാണികൾ തമ്മിലുള്ള വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഘർഷത്തിൻ്റെ രണ്ട് ടീമുകളുടെ ആരാധകർ തമ്മിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന, വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന, അത് പിന്നീട് വലിയ കൂട്ടത്തല്ലിൽ കലാശിക്കുന്ന കാഴ്ച. ഈ സംഘർഷത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് രാത്രി ഈ സംഭവം ഉണ്ടായത്. വണ്ടൂർ വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബ്ബായിരുന്നു ഈ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിൽ പങ്കെടുത്ത ടീമുകൾ ബേസ് പെരുമ്പാവൂരും യുണൈറ്റഡ് FC നെല്ലിക്കുത്തുമായിരുന്നു. നമുക്കറിയാം, മലപ്പുറത്തെ സംബന്ധിച്ച് ഫുട്ബോൾ പ്രാണവായുവിനെ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഫുട്ബോൾ മത്സരങ്ങളും ഇവിടെ ആഘോഷങ്ങളാണ്. രാത്രി മുഴുവൻ ഫുട്ബോൾ കളിക്കുന്നവരും കാണുന്നവരും ഒക്കെയാണ് ഈ നാട്ടുകാരുള്ളത്. സെവൻസിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ മുക്കിലും മൂലയിലും മത്സരത്തിന് ആവേശമാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും മലപ്പുറത്തേക്ക് പെരുമ്പാവൂരിൽ നിന്ന് വന്ന ടീമിനും അവരുടെ ആരാധകർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മഞ്ചേരി നെല്ലിക്കുത്ത് ടീമിൻ്റെ ആരാധകരും ഈ വാണിയമ്പലം സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. മത്സരം തുടങ്ങിയത് മുതൽ ചെറിയ ചെറിയ കൊമ്പ് കുറുക്കലൊക്കെ പതിവാണ്. സ്വാഭാവികമായിട്ടും രണ്ട് ടീമുകൾ മത്സരിക്കുമ്പോൾ ആരാധകരുടെ ഒരു ആവേശം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മത്സരത്തിൽ നെല്ലിക്കുത്ത് വിജയിച്ചതോടെ ആരാധകരുടെ ആവേശം കുറച്ചുകൂടി. പിന്നെ ഈ കയ്യാങ്കളി, അതായത് അതുവരെ ഉണ്ടായിരുന്ന പരസ്പരം കൊമ്പുകോർക്കൽ ഉന്തിലും തള്ളിലുമായി, കയ്യാങ്കളിയിലുമായി, അങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടായത്. എന്നാണെങ്കിലും ഇതിൽ വലിയ പരിക്കുകളൊന്നും ആർക്കും ഏറ്റതായിട്ട് ഇതുവരെ പുറത്തേക്ക് റിപ്പോർട്ട് വന്നിട്ടില്ല. നമ്മളിതുമായി ബന്ധപ്പെട്ട് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ അന്വേഷിച്ചിരുന്നു. ഈ സംഭവിച്ചതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഘാടകരെയും ടീമുകളെയൊക്കെ വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം തുടർ നടപടിയിലേക്ക് പോകുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കേസെടുത്തിട്ടില്ല, പക്ഷേ അന്വേഷണത്തിന് ശേഷം നടപടിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ്. പക്ഷേ മലപ്പുറത്ത് സംഭവിച്ചത് സാധാരണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഓരോ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഇടയിലും ഇതുപോലെയുള്ള ഉണ്ടും തള്ളും സംഘർഷമൊക്കെ ഇവിടെ പതിവാണ്. അതൊരു സംഘർഷം തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ആവേശം ചിലപ്പോൾ കയ്യാങ്കളിൽ എത്തുന്നത് മലപ്പുറത്ത് ഫുട്ബോളിൻ്റെ വേദികളിൽ അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങളിൽ സെവൻസിൻ്റെ പ്രത്യേകിച്ചും ഇതൊരു സാധാരണ കാര്യം തന്നെയാണ് മലപ്പുറത്തുള്ളത്. പക്ഷേ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് ഈ ഒരു കാര്യങ്ങൾ ചെന്നെത്തുന്നത്. എന്താണെങ്കിലും നിലവിൽ വലിയ പരിക്കുകൾ ആർക്കുമില്ല എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സംഘാടകരുമായിട്ടും അതുപോലെ തന്നെ ഈ ടീമുകളുമായിട്ടുമൊക്കെ കൃത്യമായ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും പോലീസിന് നടപടി ഉണ്ടാവുക എന്നാണ് വണ്ടൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ മലപ്പുറത്ത് ഇതൊരു പതിവ് കാഴ്ചയാകാം. ഈ രീതിയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ അതിരുവിട്ടുള്ള ആവേശം അത് സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നല്ലതല്ല. അതൊരു പക്ഷേ വലിയ കയ്യാങ്കളിയിലേക്കും പിന്നീട് അതിൻ്റെ കുടിപ്പകയിലേക്കൊക്കെ നീങ്ങുന്ന സംഭവങ്ങളും മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.